ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലേക്ക് എവിക്ഷൻ ലിസ്റ്റിലേക്ക് വന്ന 8 പേർക്ക് കിട്ടിയ ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റുകൾ എത്രയാണെന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. ഇതുപോലെയുള്ള വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഏകദേശം 8 ആളുകളാണ് ഇത്തവണ എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അനുമോള്, ജിസേൽ, നൂറ, ലക്ഷ്മി, നെവിൻ അടക്കം പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും ഇത്തവണ എവിക്ഷനിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം സ്ഥാനം തുടരുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ്. അനുമോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 72,000 വോട്ടാണ്. 72,000 വോട്ടുകളുടെ കൂടിയാണ് അനുമോൾ ഇപ്പോൾ പ്രേക്ഷക സ്വീകാര്യതയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. അനുമോളുടെ അവസ്ഥ നമുക്കറിയാം. ആദ്യം മുതൽ ഈ നിമിഷം വരെ നല്ല രീതിയിലുള്ള ഫാൻ സപ്പോർട്ടുള്ള ഒരാളാണ് അനുമോൾ. തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നമ്മുടെ നൂറ. നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 58,700 വോട്ടാണ്. ഈ പറഞ്ഞതുപോലെ നൂറയും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ആദിലയുമായിട്ടുള്ള ആ ഒരു കമ്പനി മാത്രമാണ് നൂറയ്ക്ക് നിലവിലുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ടോപ്പ് 5 എത്തേണ്ട മത്സരാർത്ഥിയാണ് നൂറ. മൂന്നാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 54,000 വോട്ടാണ്. ലക്ഷ്മിയും ഈ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് കണ്ടൻറ്റൊന്നും കൊടുക്കാതെ സീറോ കണ്ടൻറ്റുമായിട്ട് അവിടെ ജീവിക്കുന്ന ഒരാളാണ് ലക്ഷ്മി. എങ്കിലും ബേസ് വോട്ട് ഇപ്പോഴും ലക്ഷ്മിക്ക് ഉണ്ടെന്ന് തെളിവാണ് ഈ മൂന്നാം സ്ഥാനം തുടരുന്നത്. നാലാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 48,900 വോട്ടുകളാണ്. ആര്യനുമായിട്ടുള്ള കോംബോ ജിസേൽ നെഗറ്റീവ് ആണെങ്കിൽ പോലും അതൊരു കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ട് ഉണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത് നെവിനാണ്. നെവിന് 46,600 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. നെവിൻ ഈ പറയുന്ന പോലെ പക്ക എൻ്റർടൈനറാണ്. നെവിൻ നല്ല രീതിയിൽ കൗണ്ടർ പറയുന്ന, നല്ല രീതിയിൽ സംസാരം മീൻസ് ഒരാളൊരു കാര്യം പറയുമ്പോൾ തിരിച്ച് തമാശ രൂപത്തിൽ മറുപടി പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ നെവിന് ഫാൻസ് കൂടുതലാണ്. ആറാം സ്ഥാനത്തുള്ള ആദിലേക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 42,300 വോട്ടാണ്. ആദിലയുടെയും നൂറയുടെയും കാര്യം പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒത്തൊരുമിച്ച് ഒരു എവിക്ഷന് വന്നതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും ഫാൻസിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആദിലേക്ക് 42,300 വോട്ടിൽ ആറാം സ്ഥാനം തുടരുന്നത്. ഏഴാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്ന വോട്ട് 38,900 വോട്ടാണ്. ആകാശിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തിനാണ് ആ പുള്ളിക്കാരൻ ആ വീട്ടിൽ നിൽക്കുന്നതെന്ന് പുള്ളിക്ക് പോലും വ്യക്തമായ ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും 38,900 വോട്ടുകളുടെ കൂടി ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോലാണ് പുള്ളി. അവസാന സ്ഥാനത്തുള്ള ഒനീർ സാബുവിന് കിട്ടിയ വോട്ട് 36,600 വോട്ടാണ്. ഒനീർ സാബുവാണ് 8ാം സ്ഥാനത്തുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് വീഡിയോട്ട് വിട പറയാൻ ചാൻസ് കൂടുതൽ ഒനീർ സാബുവാണ്. ഈ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഒനീർ സാബുവിൻ്റെ കൂടെ ആകാശ് സാബുമാനും ബിഗ് ബോസിൽ നിന്ന് വിട പറയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എന്തായാലും മത്സരങ്ങൾ മുറുകുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ അവിടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്നും കൂടി മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളൂ. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി നിലനിർത്താൻ അവിടെ പോയി വോട്ട് ചെയ്യുക. അതുമാത്രമല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ന്യൂസുകളും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ മല്ലു സ്പീക്കിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.